പതിനായിരക്കണക്കിന് മുത്തുക്കുടകളും നൂറുകണക്കിന് പൊൻവള്ളിക്കുരിശുകളും കൊടികളും കുടകളുമായി മണ്ണാർക്കാട് പള്ളിയിലെ രാസ വിശ്വാസ സഹസ്രമായി. പതിനായിരക്കണക്കിന് ആളുകൾ റാസയിൽ ഭക്തിപൂർവ്വം അണിചേർന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ഘോഷയാത്രയായ മണ്ണാർക്കാട് കത്തീഡ്രലിലെ റാസ മരിയൻ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പ്രഘോഷണമായി. മണ്ണാർക്കാട് വിശുദ്ധ മാർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് ഇന്നലെ നടന്ന കുരിശുപള്ളികളിലേക്കുള്ള റാസ ഭക്തിചന്ദ്രമായി. ഉച്ച നമസ്കാരത്തെ തുടർന്ന് മുത്തുകുടകളുടെ വിതരണം ആരംഭിച്ചു. അംശവസ്ത്രധാരികളായ വൈദികർ പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളിയിൽ നിന്ന് ഇറങ്ങി കൽക്കുരിശിലെ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം റാസയിൽ അണിചേർന്നു. കണിയാംകുന്ന്, മണർക്കാട്, കവല എന്നിവിടങ്ങളിലെ കുരിശിൻ തൊട്ടികളും കരോട്ടെ പള്ളിയും ചുറ്റി 3.5 കിലോമീറ്ററിലേറെ സഞ്ചരിച്ചാണ് റാസ തിരികെ വലിയ പള്ളിയിൽ എത്തിച്ചേർന്നത്. കുരിശുപള്ളികളിലും കരോട്ടെ പള്ളിയിലും പ്രത്യേക ധൂപപ്രാർത്ഥന നടന്നു. പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചരിത്രപ്രസിദ്ധമായ നട തുറക്കൽ ഉച്ച നമസ്കാരത്തെ തുടർന്ന് ശ്രേഷ്ഠ കത്തോലിക്ക ബസിലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ സാന്നിധ്യത്തിൽ നടക്കും. കത്തീഡ്രലിന്റെ പ്രധാന മദ്ബഹായിലെ ത്രോണോസയിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം പൊതുദർശനത്തിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ചടങ്ങാണ് നട തുറക്കൽ ശുശ്രൂഷ. തുടർന്ന് കരനേർച്ചയ്ക്കുള്ള പന്തിരുനാഴി ഘോഷയാത്രയും നടക്കും. വൈകിട്ട് കരോട്ടെ പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണം, ആകാശവിസ്മയം, പരിചയമുട്ടുകളിയും മാർഗം കളിയും തുടർന്ന് കരനേർച്ച വിതരണവും നടന്നു. പ്രധാന പെരുന്നാൾ ദിനമായ 8-ന് മൂന്നിന്മേൽ കുർബാനയ്ക്ക് മലങ്കര മെത്രാപ്പൊലീത്തയും കൊച്ചി ഭദ്ര സനാധിപനുമായ ജോസഫ് മോർ ഗ്രിഗോറിയസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കരോട്ടെ പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണം, ആശീർവാദവും വൈകുന്നേരം 3-ന് നടക്കുന്ന നേർച്ച വിളമ്പോടെ പെരുന്നാളിന് സമാപനം.